ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ മേഖലയിൽ നിന്നുള്ള അവഗണന പരാതികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് ആരോഗ്യ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയ തുകയേക്കാൾ കുറവാണ് ഇത്തവണ ആരോഗ്യ മേഖലയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് പ്രധാന പരാതി. പക്ഷേ സർക്കാർ ആവർത്തിക്കുന്നത് കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്നാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായി നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പരാതികൾ നിരവധിയാണ് ആരോഗ്യ മേഖലയിൽ നിന്ന്. ഇനി ഇപ്രാവശ്യത്തെ ബജറ്റിൽ യാഥാർത്ഥ്യബോധമില്ലാത്ത ബജറ്റ് എന്നാണല്ലോ പൊതുവെയുള്ള ആക്ഷേപം. ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്ന ഒരു ഫണ്ട് അവതരിപ്പിക്കട്ടെ ധനമന്ത്രി. എന്നാൽ ഇതിൻ്റെ സ്രോതസ് എന്തായിരിക്കും, എവിടെ നിന്നായിരിക്കും ഇതിന് കാശ് കണ്ടെത്തുക എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഈ ജനങ്ങളിൽ നിന്ന് തന്നെ മതിയായ ഫണ്ട് ശേഖരിക്കാൻ വഴികൾ ആലോചിക്കുന്നു എന്നൊക്കെ അന്ന് എങ്ങും തൊടാതെ പറഞ്ഞിരുന്നു. അത് കൂടുതൽ വ്യക്തത വരുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ ഒരു വ്യക്തതയും വരുത്തി കണ്ടതുമില്ല. അനു, തീർച്ചയായും പൂർണ്ണമായും ആരോഗ്യ മേഖലയെ അവഗണിച്ചുകൊണ്ടൊരു ബജറ്റാണ് ഇത്തവണത്തെ എന്നത് തർക്കമില്ല. കാരണം പല കാര്യങ്ങളിലും ആരോഗ്യ മേഖല തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ട്. പല ആവശ്യങ്ങളും നിറവേറ്റാൻ, അതായത് മരുന്നിൻ്റെ അടക്കം ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പല ആശുപത്രികളിലും അവശ്യ മരുന്ന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ നേരത്തെ തന്നെ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ സംസ്ഥാന ബജറ്റ് വരുന്നത്. ബജറ്റിൽ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു ആരോഗ്യ മേഖലയിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന്. നമുക്കറിയാം, ഈ കൊറോണയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം വളരെ വലുതാണ്. ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നു. മാത്രമല്ല, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ നിപ്പ വൈറസ് പോലെയുള്ള വൈറസുകൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ അതിമാരകമായ വൈറസുകൾ കേരളത്തിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ കടന്നു കയറുന്ന അല്ലെങ്കിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യങ്ങൾ കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആരോഗ്യ മേഖലയ്ക്ക് കുറച്ച് മാത്രം തുക അനുവദിക്കുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നത്. അതായത് കഴിഞ്ഞ ബജറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 776 കോടിയോളം കോടിയുടേതായ കുറവ് ഇത്തവണത്തെ ബജറ്റിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതാണ് ഈ സർക്കാരിൻ്റെ ഒരു സമീപനം. ആരോഗ്യ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിരവധി പ്രശ്നങ്ങൾ ഈ ആരോഗ്യ മേഖലയെ അലട്ടുന്നുണ്ട്. പല കാര്യങ്ങളടക്കം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി ആളുകളെ നിയമിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് പ്രതിപാദിക്കുകയും പരാമർശിക്കാതെയാണ് പോകുകയും ചെയ്തിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ആരോഗ്യ മേഖലയ്ക്ക് കടുത്ത അവഗണന നൽകുകയും ചെയ്തു. മരുന്നുകളുടെ ക്ഷാമമാണെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നതോ ഒന്നും പറയുന്നുമില്ല. മാത്രമല്ല, മറ്റ് ഈ മരുന്നുകൾ പോലെ ആവശ്യമായ ആശുപത്രിക്ക് വേണ്ട അവശ്യ സാധനങ്ങൾ മറ്റ് ഉള്ളവയെല്ലാം അതിനുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വൈറോളജി ലാബ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പലതവണ പറഞ്ഞെങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാരകമായ രോഗങ്ങൾ വൈറസുകൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടിരുന്നത്. അതിന് ഈ വൈറോളജി ലാബിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് വേണ്ട കാര്യങ്ങളൊന്നും ഈ ബജറ്റിൽ ഊന്നൽ നൽകില്ല എന്നതോ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായും സമഗ്ര മേഖലയിലും ആരോഗ്യ മേഖലയിലെ സമഗ്ര മേഖലകളിലും ഇതിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഉപേക്ഷ കാണാൻ കഴിയുന്നുണ്ട്. വളരെ എടുത്തു പറയേണ്ടത് ഈ മരുന്നുകളുടെ ക്ഷാമം തന്നെയാണ്. ആവശ്യമായ മരുന്നുകൾ പോലും ലഭ്യമാകാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പ്രാദേശിക തലങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രാദേശികമായ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ അടക്കമുള്ളവകളിൽ മരുന്ന് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലെല്ലാം വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഒന്നും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കൊന്നും കടന്നതുമില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ഈ രോഗികൾ നിരന്തരം കൂടുന്ന സാഹചര്യമുണ്ട്. അതിനകത്ത് ആനുപാതികമായി ഡോക്ടർമാരെ ഉൾപ്പെടുത്തുകയോ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പുകളോ ഒന്നും ഉണ്ടായിട്ടുമില്ല. ഈ അനുദിനം രോഗങ്ങൾ വ്യാപിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടുമില്ല. അതിനു വേണ്ടിയിട്ടുള്ള തുകകളൊന്നും വകയിരുത്തിയിട്ടൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പൂർണ്ണമായും ഈ സർക്കാർ ഇത്തവണത്തെ ബജറ്റിൽ ആരോഗ്യ മേഖലയെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ഈ പ്രതിസന്ധിയിലേക്ക് ഇത് കടക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും പ്രശാന്ത്, അടിയന്തര ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള മേഖലകളിലേക്ക് പോലും ഈ ബജറ്റ് ശ്രദ്ധ ചെലുത്തിയില്ല എന്ന് സാരം. എന്തായാലും ഈ കേന്ദ്ര മന്ത്രിസഭയെ അല്ലെങ്കിൽ കേന്ദ്ര
മന്ത്രാലയത്തെ ഒക്കെ കുറ്റപ്പെടുത്തിയാണ് ബജറ്റ് പ്രഖ്യാപനം ധനമന്ത്രി ആരംഭിച്ചതുപോലും. കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ആവർത്തിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാജ്യസഭയിൽ നമ്മൾ കണ്ടതാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എപ്രകാരമാണ് ഈ വാദത്തെ ഹനിച്ചതെന്ന്. കാരണം നികുതി വിഹിതം കൈമാറുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് കണക്കുകൾ നിരത്തി കൃത്യമായാണ് കേന്ദ്ര ധനമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. 2014 മുതൽ 23 ഡിസംബർ 22 വരെ 1.5 ലക്ഷം കോടി രൂപ നികുതി വിഹിതം കേരളത്തിന് കൈമാറിയെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. ഇനി UPA സർക്കാരിൻ്റെ ഭരണകാലവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൂടിയും 224% വർധനവ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുണ്ട് എന്നവർ എടുത്തു പറയുന്നുണ്ട്. ഈ 2004-2014 കാലഘട്ടത്തിൽ കേരളത്തിന് ലഭിച്ചിരുന്നത് 46,303 കോടി രൂപയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അവർ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാജമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ അവകാശവാദം കേരളം വീണ്ടും ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പരക്കെ ആക്ഷേപം ഉയരുന്നത്.